നമസ്കാരം. കലഹം സൃഷ്ടിക്കുക, കൈയിട്ടു വാരുക. സംഘപരിവാരങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അവരുടെ ഒരു രീതി അതാണ്. മുസ്ലിം മതവിഭാഗങ്ങളുടെ സ്വത്തുക്കളിൽ കൈയിട്ടു വാരുക, അപഹരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളെ തമ്മിൽ തല്ലിക്കുക, രണ്ട് മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. എന്തായാലും ഇപ്പോഴത്തെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വലിയ ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രമുഖ EK സമസ്തയുടെ നേതാവ് സത്താർ പന്തല്ലൂർ അദ്ദേഹത്തിന്റെ FBയിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. അതായത് 4.5 ലക്ഷത്തോളം വോട്ടാണ് വയനാട് മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷമായി കിട്ടിയത്. കൂടുതൽ മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ നിന്നും 4.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ വിപ്പ് പോലും പാലിച്ചില്ല, അതുപോലും ലംഘിച്ച് ഇവിടെ പാർലമെന്റിൽ എത്തിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ഇവിടെ ഡീൻ കുര്യാക്കോസിന്റെയും അതുപോലെ തന്നെ ഹൈബി ഈഡന്റെയും ഒക്കെ നട്ടെല്ല് വാടകയ്ക്ക് കിട്ടുമോ എന്ന് അദ്ദേഹം അന്വേഷിക്കണം. FBയിൽ റീൽസ് ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിയത് കൊണ്ടോ മതേതരനാകുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അതിലൊന്നും കാര്യമില്ല എന്നാണ് ഇവിടെ സത്താർ പന്തല്ലൂർ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ FB കുറിപ്പ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ അടിത്തറ തകർക്കുക എന്ന ഫാസിസ്റ്റ് അജണ്ടയുടെ ആദ്യ കടമ്പ കേന്ദ്ര ഭരണകൂടം ലോക്സഭയിൽ പിന്നിട്ടു. ഉത്തരേന്ത്യൻ മുസ്ലിം സമൂഹം കഴിഞ്ഞ 9 നൂറ്റാണ്ടുകളായി ആർജിച്ച പൈതൃക മൂലധനമാണ് സംഘീഭരണം കുത്തിവലിക്കാൻ ഒരുമ്പെടുന്നത്. രാത്രി പകലാക്കിയ ചർച്ചകൾക്ക് ശേഷം ഇന്ന് പുലർച്ചെ 288-നെതിരെ 232 വോട്ടുകൾ വഖഫ് ബില്ലിനെതിരെ രേഖപ്പെടുത്തി. ഗൗരവ് ഗൊഗോയും KC വേണുഗോപാലും അടങ്ങിയ കോൺഗ്രസ് നേതൃനിരയും ഇന്ത്യ മുന്നണിയും ലോക്സഭയിൽ കാണിച്ച പോരാട്ട വീര്യം എടുത്തു പറയേണ്ടതാണ്. മതേതര ഇന്ത്യയിൽ പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല. 2014 വരെ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നോട്ടു പോയവരാണ് കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ. എന്നാൽ മോദിയുടെ 2ാം ഊഴത്തിനു ശേഷം സംഘികളുടെ മുസ്ലിം വിരുദ്ധ കോറസ് ഏറ്റുപാടാൻ സീറോ മലബാർ സഭ മുന്നോട്ട് വന്നു തുടങ്ങി. ചരിത്രമറിയാവുന്നവർക്ക് അതിൽ അത്ഭുതമില്ല. ഹോളോകോസ്റ്റിനും ജൂത ഉന്മൂലനത്തിനും ഹിറ്റ്ലർക്കൊപ്പം നിന്ന ചരിത്രമുള്ളവരാണ് കത്തോലിക്ക സഭ. സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ബ്രിട്ടീഷ് വിധേയരായിരുന്ന അവരുടെ നിലപാടുകൾ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തിയിട്ടില്ല എന്നതുപോലെ പുതിയ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിനും അത് ഭീഷണിയാവില്ല. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിനു പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നവർ ഇന്ന് അവരെ കൈയൊഴിയാൻ കാരണങ്ങൾ തേടുകയാണ്. സഭയുടെ അവസരവാദം വിശ്വാസികളെ പൂർണ്ണമായി ബാധിച്ചിട്ടില്ല. ഈ വിടവ് നികത്താൻ ഏഷ്യാനെറ്റ് മുണ്ടുമുറുക്കുന്നുണ്ട്. മുനമ്പം വിഷയം കാരണമാണ് വഖഫ് ബിൽ ഉണ്ടായത് എന്നുവരെ തീവ്ര വലതുപക്ഷ ഡീപ് സ്റ്റേറ്റിന്റെ മലയാള സംപ്രേഷണം വാദിച്ചു പോരുകയാണ്. കേരള മുസ്ലിങ്ങളുടെ വിഭവശേഷിയും പൊതുബോധവും ഇത്തരം സംഘി കൃസംഘി രസക്കൂട്ടുകളെ തിരിച്ചറിയാൻ സമയമായിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ NK പ്രേമചന്ദ്രനും ഹൈബി ഈഡനും ET മുഹമ്മദ് ബഷീറും ഒക്കെ സഭയിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് സമുദായ അംഗങ്ങൾ എന്നും നന്ദിയുള്ളവരാണ്. പക്ഷേ സുപ്രധാന ബിൽ അവതരണ വേളയിൽ കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടുത്തി. രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് 4.5 ലക്ഷം ഭൂരിപക്ഷം നൽകിയത്. തത്തമ്മേ പൂച്ച എന്ന മട്ടിൽ പെരുന്നാൾ ആശംസ പറഞ്ഞാൽ 48% മുസ്ലിം വോട്ടുള്ള വയനാടിന് തൃപ്തിയാകുമെന്നാണ് ധാരണയെങ്കിൽ അത് ബോഷ്കാണ്. കേരളത്തിലെ മുസ്ലിം സമുദായ പ്രതിനിധിയായി കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ചത് ഷാഫി പറമ്പിലാണ്. ഇക്ര ചൗധരിയെയും ഇമ്രാനെയും ഉവൈസിയെയും ഒന്നും മാതൃകയാക്കിയില്ലെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനും ഒക്കെ കാണിച്ച നട്ടല് ഇടക്കൊക്കെ വായ്പ കിട്ടുമോ എന്ന് അന്വേഷിക്കാവുന്നതാണ്. കെട്ടകാലത്തെ മുസ്ലിം പ്രാതിനിധ്യം എന്നാൽ റീൽസും കിഞ്ചന വർത്തമാനവും ബാലൻസ് K നായർ ഉഡായിപ്പുകളുമല്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്.